ജീവനാണ് വലുത്, മാലയല്ല. മാല പൊട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച കള്ളന്റെ പുറകെ പായുമ്പോൾ നമ്മുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇക്കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് ഒരു മാലക്കള്ളനെ യുവതി വളഞ്ഞിട്ട് പിടിച്ച് നിലത്തേക്ക് തള്ളിയിട്ട ധീരമായ ഒരു പ്രവൃത്തിയുടെ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. മാല പൊട്ടിക്കാൻ ശ്രമിച്ച കള്ളന്റെ ഷർട്ടിലും സ്കൂട്ടറിലുമായി പിടിച്ചു വലിച്ച് നിലത്തേക്ക് തള്ളിയിട്ട തിരുവനന്തപുരം കാട്ടായിക്കുണം സ്വദേശി ശ്രീജേഷിന്റെ ഭാര്യ അശ്വതി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ശ്രദ്ധേയമാവുകയാണ്. എന്നാൽ വളരെ ധീരമായി കള്ളനെ നേരിട്ട അശ്വതിക്ക് പരിക്കേൽക്കുകയടക്കം ചെയ്തിരുന്നു. അതായത് അശ്വതി മോഷ്ടാവിന്റെ ഷർട്ടിലും സ്കൂട്ടറിലുമായിട്ടാണ് പിടിച്ചു വലിച്ചത്. അതായത് തന്റെ മാല പൊട്ടിച്ച് കടക്കാൻ ശ്രമിച്ച മോഷ്ടാവിന്റെ ഷർട്ടിലും സ്കൂട്ടറിലുമായി പിടിച്ചു വലിച്ചാണ് അശ്വതി ഈ മോഷ്ടാവിനെ താഴെ തള്ളിയിട്ടത്. വണ്ടിയിൽ നിന്നും താഴെ വീണ കള്ളനെ പിടികൂടുക തന്നെയാണ് അശ്വതി ലക്ഷ്യം വെച്ചത്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രതികരണം അപകടം ക്ഷണിച്ചു വരുത്തുമെന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ ദുരന്ത നിവാരണ വിഭാഗം തലവൻ മുരളി തുമ്മാരുകുടി പറയുന്നത്. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ കള്ളന്മാർ എന്ത് വേണോ ചെയ്യും. ഈ സമയം നമ്മുടെ ജീവനായിരിക്കും നഷ്ടപ്പെടുക. മാലയോ പേഴ്സോ പോകേണ്ടടുത്ത് ആരോഗ്യമോ ജീവനോ നഷ്ടപ്പെടുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. മാലയുടെ വില ജീവന്റെ വിലയോ? ഇത് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് തുടങ്ങുന്നത്. മാല പൊട്ടിച്ചെടുത്ത മോഷ്ടാവിനെ സ്കൂട്ടറിൽ നിന്നും വലിച്ചു താഴെയിട്ട യുവതിയുടെ വാർത്തയും ചിത്രവുമാണ്. മാല തിരിച്ചു കിട്ടി, വലിയ പരിക്കൊന്നും പറ്റിയതുമില്ല, ശുഭം. മുൻപും പറഞ്ഞിട്ടുള്ളതാണ്, ഒരിക്കൽ കൂടി പറയാം. ഒരാൾ നമ്മുടെ മാലയോ പേഴ്സോ തട്ടിയെടുക്കാൻ വന്നാൽ, അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥലത്തോ ATM കൗണ്ടറിലോ ഒക്കെ വന്ന് ഭീഷണിപ്പെടുത്തി വാങ്ങാൻ ശ്രമിച്ചാൽ അവരോട് മല്ല് പിടിക്കാനാണ് നമ്മുടെ സ്വാഭാവിക പ്രതികരണം. പക്ഷേ ഇതല്ല ഏറ്റവും ശരിയായ പ്രതികരണം. കള്ളൻ നമ്മളെ നേരിടുന്നത് അവർ തീരുമാനിക്കുന്ന സ്ഥലത്തും സമയത്തുമാണ്. സുഹൃത്തുക്കളോ ആയുധങ്ങളോ പരിചയമോ ഒക്കെ മോഷ്ടിക്കുന്നതിലും മോഷണത്തിനിടെയുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ഒക്കെ അവർക്കുണ്ടാകും. പോരാത്തതിന് മോഷണത്തിനിടയ്ക്ക് പിടിക്കപ്പെടുന്നത് കള്ളന്മാരെ സംബന്ധിച്ച് വലിയ റിസ്ക്കുമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരുടെ കയ്യിൽ കിട്ടിയാൽ. നമ്മളാകട്ടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ഇതിനെ നേരിടാൻ ഒരു സംവിധാനമോ തയ്യാറെടുപ്പോ നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സാഹചര്യത്തിൽ കള്ളൻ എന്തും ചെയ്യും. മാലയോ പേഴ്സോ പോകേണ്ടടുത്ത് ആരോഗ്യമോ ജീവനോ പോകും. പെട്ടെന്ന് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ പകച്ചു പോവുകയാണ് ചെയ്യുന്നത്. എങ്ങനെ പ്രതികരിക്കുമെന്നത് യാന്ത്രികം മാത്രമായിരിക്കും. പക്ഷേ അല്പമെങ്കിലും ചിന്തിക്കാൻ സാധിച്ചാൽ കള്ളനുമായി മൽപ്പിടുത്തത്തിന് പോകാതിരിക്കുന്നതാണ് ബുദ്ധി. പറ്റിയാൽ കള്ളന്റെ വണ്ടിയുടെ നമ്പറോ കളറോ ഒക്കെ ഓർത്തു വെക്കുക. പോലീസിൽ പരാതിപ്പെടുക. ഒരുപക്ഷെ മോഷ്ടിച്ച വസ്തു തിരിച്ചു കിട്ടിയേക്കാം, ഇല്ലെങ്കിലും ജീവൻ കുഴപ്പത്തിലാകില്ല. ജീവനാണ് വലുത്, മാലയല്ല. അതേസമയം കഴക്കൂട്ടത്ത് വെച്ചാണ് തന്റെ മാല പൊട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച കള്ളനെ ധീരമായി യുവതി നേരിട്ടത്. ഈ വീഡിയോ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. സ്കൂട്ടറിലെത്തി മാല പൊട്ടിക്കാൻ ശ്രമിച്ച മോഷ്ടാവിനെ വണ്ടിയിൽ നിന്ന് വലിച്ച് നിലത്തിട്ടാണ് യുവതി പിടികൂടുന്നത്. ശനിയാഴ്ച വൈകിട്ട് 5:30 ചെങ്കോട്ടുകുണം ജംഗ്ഷനിലാണ് സംഭവം. മോഷ്ടിച്ച സ്കൂട്ടറുമായി എത്തി മാല പൊട്ടിച്ച കാട്ടായിക്കുണം ചന്തവിള സ്വപ്നാലയത്തിലെ അനിൽകുമാറാണ് പിടിയിലായത്. കാട്ടായിക്കുണം പെരുത്തല ശ്രീജേഷ് ഹൗസിൽ അശ്വതിയും ഭർത്താവ് ശ്രീജേഷും ചെങ്കോട്ടുകുണത്തെ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിലുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങി മടങ്ങുമ്പോഴാണ് അശ്വതിയുടെ 3 പവൻ മാല സ്കൂട്ടറിലെത്തിയ മോഷ്ടാവ് പൊട്ടിച്ചെടുക്കുന്നത്. മാല പല കഷ്ണങ്ങളായി പൊട്ടിപ്പോയി. ഒരു കഷ്ണവുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അശ്വതി മോഷ്ടാവിന്റെ ഷർട്ടിലും സ്കൂട്ടറിലുമായി പിടിച്ചു വലിച്ചു. ഇതിനിടെ മാല പ്രതി വായിലാക്കി. അശ്വതിയെ വലിച്ചിഴച്ച് സ്കൂട്ടർ മുന്നോട്ട് പോയെങ്കിലും പിടിവിട്ടില്ല. തുടർന്ന് നിയന്ത്രണം തെറ്റി സ്കൂട്ടറിൽ നിന്നും പ്രതി വീണു. ഓടിയെത്തിയ നാട്ടുകാർ ഇയാളെ പിടിച്ചുവെച്ചതിനാൽ മാല വിഴുങ്ങാനായില്ല. വീഴ്ചയിൽ അനിൽകുമാറിന്റെ തലയ്ക്കും അശ്വതിയുടെ കഴുത്തിനും തോളിനും കാലിനുമൊക്കെ പരിക്കേറ്റു. വഞ്ചിയൂരിൽ നിന്ന് മോഷ്ടിച്ച സ്കൂട്ടറുമായാണ് ഇയാൾ എത്തിയത്. സംഭവത്തിൽ കഴക്കൂട്ടം പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അശ്വതി ടെക്നോ പാർക്കിലെ ജീവനക്കാരി എന്നാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.